അസ്റായീൽ അലൈഹിസ്സലാം തിരിച്ചു വരൂ, ആരാണ് നീ എന്ന് ചോദിച്ചപ്പോ മഹദി അവറുകളോട് പറഞ്ഞത് അന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അനല്ലദീ ലാ അർഹമു സ്സഗീറ ലിസിഗരിഹി വലാ അക്റമു ലികിബരിഹി. ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളാണെന്നുള്ള പരിഗണന ഞാൻ കൊടുക്കാറില്ല. വലിയവർക്ക് വലിയവനാണെന്നുള്ള ബഹുമാനമോ ഞാൻ വെച്ചു മാറാറില്ല. ഞാൻ മലക്കുൽ മൗത്താണ്, അസ്റായീൽ അലൈഹിസ്സലാമാണ്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് ബഹുമാനപ്പെട്ടതാകുന്ന അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, മറിയമേ മറിയമേ, ഞാൻ മലക്കുൽ മൗത്താണ്, മലക്കുൽ മൗത്താണ്. മറിയം ബീവി റളിയല്ലാഹു തആല പേടിച്ചുകൊണ്ട് ചോദിച്ചു അത്രേ, അസായിറൻ അംത അം ഖാബിളാ, എന്നെ റൂഹ് പിടിക്കാനാണോ അതല്ല വെറുതെ സന്ദർശിച്ച് മടങ്ങാനാണോ കടന്നു വന്നത്? മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഞാൻ വന്നത് നിന്നെ ആത്മാവിനെ പിടിക്കാനാണ്. ഒരുങ്ങിക്കോ മറിയമേ മറിയമേ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ തിരിച്ചു വരും. അവൻ ഇപ്പോൾ പോയിട്ടേയുള്ളൂ, ഈ മലഞ്ചെരുവിലേക്ക് പോയതേയുള്ളൂ. അവന് പ്രവാചകനാണ്, റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പരിഗണിക്കണേ, എന്റേതാകുന്ന ഇബാദത്തുകൾ വെച്ചുകൊണ്ട് എന്നെ ഒന്ന് പരിഗണിക്കണേ. എനിക്കൊരല്പസമയം ഒന്ന് പിന്തിക്കാൻ, ആത്മാവരെ ഒന്ന് പിന്തിക്കാനുള്ളതായ അവസരം നൽകണേ. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇല്ല മറിയമേ, ഇല്ല മറിയമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുന്ന ആജ്ഞ എന്തെന്നറിയുമോ? നീ നിൽക്കുന്നതായ നിൽപ്പിൽ നിന്ന് നിന്നെ മുന്നോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ പിറകിലോട്ടോ ചലിക്കാൻ നിനക്ക് അനുവാദം നൽകരുത്. മറിയം ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതു നിലയിലാണോ നിലകൊള്ളുന്നത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ പിടിക്കണം. അത് നിർബന്ധമാണ്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന് വർത്തമാനം കേട്ടുകൊണ്ട് വിറയ്ക്കുകയാണ് മറിയം ബീവി. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, മരണം ഒരാൾക്കും ഒഴിവാകുകയില്ല, ഒരു വ്യക്തിക്കും ഒഴിവാകുകയില്ല. സെക്കൻഡ് ബൈ സെക്കൻഡിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ പിടിക്കുന്നതാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മനുഷ്യ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന സമയമെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുന്തിക്കുകയോ ഒരു സെക്കൻഡ് പിന്തിക്കുകയോ അല്ലാഹു ചെയ്യുകയില്ല. ജീവിതം മുഴുവനും, ജനിച്ച സമയം മുഴുവനും പടച്ച റബ്ബിന് വേണ്ടി നിലകൊണ്ടതാകുന്ന ബീവി മറിയം, നമസ്കാരങ്ങൾ ചിട്ടവച്ചതാകുന്ന മറിയം, പാപങ്ങളുടെ കണ്ണീരൊപ്പിയ മറിയം, നിരാലംബർക്ക് അവലംബമായ മറിയം, ജീവിതം മുഴുവനും ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അഹ്സനത് ഫർജഹാ വമറിയം ബനത ഇമ്രാൻ ومريم ابنة عمران التي أحصنت فرجها. സ്വന്തം ഗുഹ്യത്തെ പരപുരുഷന്മാർക്ക് കാഴ്ചവെക്കാതെ കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും സദാസമയം പടച്ച റബ്ബിലേക്ക് തിരിച്ചതാകുന്ന മറിയം, ഒരു കണ്ണുകൊണ്ട് പോലും ഹറാമ് കാണാത്തതാകുന്ന മറിയം, കാതുകൊണ്ട് ഹറാമ് കേൾക്കാതെ നിലകൊണ്ട മറിയം, നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കാൻ നിലകൊണ്ടതായ മറിയം, ഹൃദയം കൊണ്ട് ഹറാമിലേക്ക് ചിന്തിക്കാത്തതാകുന്ന മറിയം ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ മുഖത്തിൽ നിന്ന് ഒരൽപ്പം
പോലും പിന്തിക്കൽ നൽകുന്നില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹാ മഹദി അവരുടെ ആത്മാവിനെ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അസ്റായീൽ അലൈഹിസ്സലാം ആത്മാവിനെ പിടിക്കുകയാണ്. വലതുകാലിന്റെ തള്ളവരലിലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാ. മഹദിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഓർമ്മയാവുകയാണ്, വഫാത്താവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ നിന്ന സ്ഥലത്ത് തന്നെ കിടക്കുകയാണ്. ആത്മാവിനെ വേർപെടുത്തുകയാണ്. അതാ വൈകുന്നേര സമയമായപ്പോ, മഗ്രിബിന്റെ സമയമായപ്പോ ഈസാ നബി അലൈഹിസ്സലാം കയറി വരുകയാണ്. ഒരൽപ്പം വാറ്റുപുല്ല് കിട്ടിയിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നോമ്പ് തുറക്കണ്ടേ? നോമ്പ് തുറക്കാനുള്ള സമയമായി. ഉമ്മയെ വിളിക്കുകയാണ് ഈസാ നബി. ഉമ്മ എഴുന്നേൽക്കും ഉമ്മ. ശബ്ദം താഴ്ത്തി വിളിക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ നോമ്പ് തുറന്നിട്ടുണ്ട്, നമുക്ക് നോമ്പ് തുറക്കണ്ടേ ഉമ്മ? ഉമ്മ ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയതാകുന്ന ഈസാ നബി നിസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുകയാണ്. സ്വന്തം ഉമ്മയോടുള്ളതാകുന്ന അനുരാഗമാണ് ഒരു മകനിലൂടെ കാണുന്നത്. സ്വന്തം ഉമ്മ ആഹരിക്കുന്നതിന് മുമ്പ് കഴിക്കാതെ, സ്വന്തം ഉമ്മ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പ് തുറക്കാതെ ഞാനും നോമ്പ് തുറക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലായി കിടക്കുകയാണ്. അല്പനേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോ ഉമ്മ ഉറക്കിലാണ്. അല്പം കൂടി ശബ്ദത്തിൽ വിളിച്ചു ഉമ്മ. ജനങ്ങൾ നോമ്പ് തുറന്നുപോയി. രാത്രിയാകുകയാണ്. വല്ലാതെ ഇരുട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ത് പറ്റി ഉമ്മ? എഴുന്നേൽക്കും ഉമ്മ എന്ന് പറയുമ്പോഴും മഹാനവറുകൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഉമ്മ നല്ല ക്ഷീണത്തിലാണ്. പ്രായമേറെയുള്ള ഉമ്മ ഉറങ്ങട്ടെ. മഹാനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും അതാ നിസ്കാരത്തിന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വീണ്ടും മണിക്കൂറുകൾ കഴിയുകയാണ്. വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഉമ്മയെ രോദനത്തോടുകൂടി, വല്ലാത്ത വിഷമത്തോടുകൂടി വിളിക്കുകയാണ്. ഉമ്മ, വിശന്ന് കിടക്കല്ല ഉമ്മ, ആഹാരം കഴിക്കണേ ഉമ്മ. പാതിരാത്രി സമയമായി. ലോകം മുഴുവനും ഉറക്കിലേക്ക് പോയി. നമുക്ക് നിസ്കരിക്കണ്ടേ ഉമ്മ? അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണ്ടേ ഉമ്മ? മകന്റെ വിളിയാണ്. കേൾക്കാൻ ഉമ്മയില്ല. ഒരു പക്ഷെ കേൾക്കുന്നുണ്ടെങ്കിലും മറുപടി കൊടുക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു നൽകുന്നില്ല. മറിയം ബീവി വഫാത്തായിരിക്കുകയാണ്. കഥയറിയാതെ മഹാനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വിഷമത്തോടുകൂടി വീണ്ടും നിസ്കരിക്കാൻ നിൽക്കുകയാണ്. സുബഹിയോടടുത്ത സമയമായപ്പോ, നേരെ പുലരുന്നത് കണ്ടപ്പോ മഹാനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും വന്നുകൊണ്ട് അല്പം ശബ്ദത്തിൽ തന്റെ കവള് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഉമ്മയുടെ കവളത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്. ഉമ്മ, ജനങ്ങൾ മുഴുവനും നേരം വെളുത്തുകൊണ്ടവർ എഴുന്നേൽക്കൂ, നമുക്ക് നോമ്പ് നോൽക്കണ്ട ഉമ്മ. നേരം ഇതാ പരക്കെ വെളുക്കുകയാണ്. ആകാശ സീമകൾ മുഴുവനും പൊട്ടിക്കരയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഈ രംഗം കണ്ടുകൊണ്ട് ആകാശത്തുള്ള മലക്കുകൾ കരയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിച്ചു, മലക്കുകളെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മലക്കുകൾ പറഞ്ഞു, അല്ലാഹ് നിനക്കറിയാമല്ലോ റബ്ബേ, നിന്റെ അടിമ എത്രത്തോളം വ്യസനിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടി മലക്കുകൾ മുഖേന അശരീരി മുഴക്കുകയാ, യാ റൂഹല്ലാഹ് യാ ഈസാ ഖദ് മാതതു ഉമ്മുക. ഈസാ നബിയെ, പ്രവാചകരെ, അല്ലാഹുവിന്റെ ആത്മാവേ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഇതാ വിട പറഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അറിയിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പൊട്ടിക്കരയുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോ മഹാനവറുകൾ ഇറങ്ങുകയാണ്.
ഇറങ്ങുകയാ. ലബനാനിന്റെ തെരുവിലേക്ക് ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കഫം നടക്കാനുള്ളതാകുന്ന ജനാസ സംസ്കാരണത്തിന് വേണ്ടി ജനങ്ങളോട് സഹായം തേടുകയാണ്. ജനങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, 300 വർഷമായിട്ട് ഒരു മനുഷ്യർ പോലും കയറാത്തതാകുന്ന ആ മലമുകളിൽ ഒരുപാട് വിഷസർപ്പങ്ങളുണ്ട്, അവിടെ മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ്, ഞങ്ങൾ വരില്ല എന്ന് ഇസ്രായേലി ജനത തള്ളി പറഞ്ഞപ്പോൾ ദുഃഖത്തോടുകൂടി തിരിച്ചു നടക്കുകയാണ്. അപ്പോഴാണ് 2 പുരുഷ രൂപത്തില് 2 മലക്കുകളെ കാണുകയാണ്. ആരാണ് നിങ്ങൾ? എന്റെ ഉമ്മയെ അടക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോ മലക്കുകളാകുന്ന ആ 2 മലക്കുകൾ വിളിച്ചു പറയുകയാണ്, ഞാൻ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്റെ കൂടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാമാണ്. ഞങ്ങൾ വന്നിട്ടുള്ളത് തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഈ ലബനാനിന്റെ മണ്ണിൽ ഒരു മനുഷ്യരും വരേണ്ടതില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ തുറക്കുന്ന പണി എനിക്കാണ്. പഠിച്ചു വെക്കണേ, ചരിത്രമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഖബർ കുഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ലബനാനിന്റെ മണ്ണില് ആ മലയുടെ ചുവട്ടില് മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഖബർ തുറക്കുകയാ. ആ നാട്ടിലുള്ളതാകുന്ന സർവരും എല്ലാവരും ശബ്ദമടക്കി നിലകൊള്ളുകയാണ്. ഒരാൾ പോലും കാണുന്നില്ല. സർവരും ഞെട്ടിത്തരിക്കുന്ന രംഗമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഖബർ കുഴിക്കുകയാ. ഹൂറുല്ലീങ്ങൾ, സ്വർഗീയ സ്ത്രീകൾ വന്നുകൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിക്കുകയാണ്. കഫൻ ചെയ്യുകയാണ്. ഫസല്ലൂ. ഈസാ നബി അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി തന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന മറിയം ബീവിയെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഖബറിൽ ഇറക്കി വെച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്, അല്ലാഹ്, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവസാന സമയം എനിക്ക് കിട്ടിയില്ല അല്ലാഹ്. അവർ വഫാത്താകുന്ന നേരം ഞാൻ അവരുടെ ചാരത്തില്ലായിരുന്നു റബ്ബേ. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് എഴുന്നേൽക്കാറ്, ഒരുമിച്ചാണ് നിസ്കരിക്കാറ്, ഒരുമിച്ചാണ് ഇബാദത്ത് എടുക്കാറ്, ഒരുമിച്ചാണ് ആഹരിക്കാറ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിരുന്നു. പക്ഷെ അവസാനം അവരുടെ ആഖിബത്തിന്റെ സമയം, അവരുടെ അന്ത്യത്തിന്റെ സമയം എനിക്ക് ആ അവസരം കിട്ടിയില്ല റബ്ബേ. അതുകൊണ്ട് ഞാൻ മനുഷ്യവരെ ജീവിപ്പിക്കുന്നവരാണ്. മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ശേഷി എനിക്ക് നീ നൽകിയിട്ടുണ്ട് റബ്ബേ. അത് മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, എന്റെ ഉമ്മയോട് ഒന്ന് സംസാരിക്കാനുള്ള അവസരം നീ എനിക്ക് നൽകുമോ അല്ലാഹ്. വഉഹിൽ മൗതാ ബിഇذനില്ലാഹ്. പടച്ച റബ്ബിന് വേണ്ടുകയോടുകൂടി മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ജീവനിടുകയാണ്. മറിയം ബീവിയോട്, ഉമ്മയോട് മകൻ ചോദിക്കുകയാണ്, ഉമ്മ എങ്ങനെയുണ്ട് ഉമ്മ ഖബറിലെ ജീവിതം? ഉമ്മ പറയുകയാണ്, വല്ലാത്ത റാഹത്താണ് പൊന്നുമോനെ. ഖദ് ഗഫറല്ലാഹു ലീ. അല്ലാഹ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട് പൊന്നുമോനെ. സ്വർഗീയ കവാടങ്ങളാണ് എന്റെ ഖബറിലേക്ക് തുറന്നു തന്നിരിക്കുന്നത്. ഞാൻ ദുനിയാവിലെ പോലെ തന്നെ ഖബറിൽ കടന്നുകൊണ്ടും സ്വർഗത്തിൻ്റെതാകുന്ന കായ്കനികൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മകൻ രണ്ടാമതായി ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഉമ്മ. മരണം എങ്ങനെയുണ്ടായിരുന്നു ഉമ്മ? മരണം എങ്ങനെയുണ്ടായിരുന്നു ഉമ്മ? മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹ് 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 അല്ലാഹ്. മരണം വല്ലാത്ത പ്രയാസമായിരുന്നു പൊന്നുമോനെ. ആ മരണത്തിന്റെ വേദന എനിക്കിപ്പോഴും എന്റെ തൊണ്ടയിൽ കെട്ടി നിൽപ്പുണ്ട് എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹാ മരിച്ച ഖബറിൽ ചേർന്ന് സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുമ്പോഴും മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ആ മരണത്തിന്റെ വേദന എനിക്കിപ്പോഴും എന്റെ തൊണ്ടയിൽ കിട്ടുന്നുണ്ട് മകനേ. ബീവി മറിയം റളിയല്ലാഹു അൻഹാ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ.
സഹോദരിമാര് പഠിക്കണേ. മോശപ്പെട്ട തരത്തിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുപോകല്ലേ. കാരണം മരണം നമുക്ക് സുനിശ്ചിതമാണ്. എത്ര വലിയ വക്താക്കളായിരുന്നാലും, അമ്പിയാക്കളായിരുന്നാലും, ഔലിയാക്കളായിരുന്നാലും, മഹത്തുക്കളായിരുന്നാലും, മഹിളകളായിരുന്നാലും, മോമിനീങ്ങൾക്ക് ഏറ്റവും വലിയ ഉപമയായി പഠിപ്പിച്ചതാകുന്ന, ശരീരം പരിപൂർണമായി സംശുദ്ധത പുലർത്തിയതാകുന്ന, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ചിന്ത വെക്കാതെ ഒരു അന്യപുരുഷൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇറങ്ങിപ്പോകടാ, ഞാൻ റബ്ബിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യർക്കും മാതൃക കാണിച്ചതാകുന്ന ബീവി മറിയം റളിയല്ലാഹു അൻഹാ, അവരുടെ വഫാത്ത് പോലും ഈ രീതിയിലായിരുന്നുവെങ്കിൽ പഠിച്ചു വെക്കണേ സഹോദര സഹോദരി, പരലോകം സുനിശ്ചിതമാണ്.